ഇനി പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകളും മറ്റു വാർത്തകളും ഒക്കെ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് 15 ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. ഈ ICC ഇവന്റുകളിൽ മാത്രം കാണാൻ പറ്റിയ മത്സരമാണിത്. കുറച്ച് 10-12 വർഷമായിട്ട് പരമ്പരകളൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ആവേശം കൂടിയ മത്സരം കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ ICC ടൂർണമെൻറ്റുകളിലുള്ള മത്സരങ്ങൾ. അപ്പോൾ ഇന്നാണ് T20 വേൾഡ് കപ്പ് കൊളംബോയിൽ വെച്ച് നടക്കുന്ന മത്സരം. ഇന്ത്യയെ വെച്ചല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസിന് ഒരു പേടിയുണ്ട്, ഇന്ത്യ എങ്ങനെ ബാറ്റ് ചെയ്യും കളിക്കുമെന്ന്. ഇരു ടീമുകളും 2 കളി ജയിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിലാണ്. ഈ കളി ജയിക്കുന്ന ടീം സൂപ്പർ ഫോറിലേക്ക് ക്വാളിഫൈ ആകുന്നതായിരിക്കും. അപ്പോൾ ടീമുകളിൽ തന്നെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അഭിഷേക് ശർമ്മ വീണ്ടും ഓപ്പണിലേക്ക് തിരിച്ചു വരികയാണ്. അഭിഷേക് ഇഷാനായിരിക്കും ഓപ്പണിലേക്ക് ഇറങ്ങുക. സഞ്ജുവിന് നേരിയ ചാൻസാണ് ഉള്ളത്. സ്പിന്നിംഗ് പിച്ച് ആയതിനാൽ തന്നെ ഒക്കെ വാഷിംഗ്ടൺ സുന്ദർ കാണാൻ സാധ്യതയുണ്ട്. റിങ്കു സിംഗിന് പകരം അദ്ദേഹം വാഷിംഗ്ടൺ സുന്ദർ വരാൻ, അല്ലെങ്കിൽ കുൽദീപ് യാദവ് വരാൻ സാധ്യതയുണ്ട്. ഹർഷദീപിനൊക്കെ പകരം. കാരണം പാകിസ്ഥാൻ 5 സ്പിന്നർമാരെ വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അതുപോലെ തന്നെ സ്പിന്നർമാരെയൊക്കെ വെച്ച് കളിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാനാണ് ഇപ്പോൾ ഇടയ്ക്ക് കളിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പല തന്ത്രങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ എന്ത് ചതി കാണിച്ചിട്ടായാലും ഇന്ത്യയെ തോൽപ്പിക്കാനായിരിക്കും അവരുടെ ശ്രമം ഉണ്ടായിരിക്കുക. കൂടാതെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിൽ 7-1 ഇന്ത്യ 7 തവണയും പാകിസ്ഥാൻ 1 തവണയാണ് ജയിച്ചിട്ടുള്ളത്. ടീമിന് ഏക ഭീഷണിയായിട്ടുള്ളതൊക്കെ തന്നെ പിച്ച് മാറുന്ന കൊളംബോയിൽ വെച്ച് നടക്കുന്ന കളി ആയതിനോടൊക്കെ തന്നെയാണ്. 4 ഓപ്പണിംഗ് കെട്ടുകളായ 2 താരങ്ങളും ഫോം ആയാൽ തന്നെ ഇന്ത്യയുടെ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ 180-90 എടുക്കുകയാണെങ്കിൽ ജയപ്രതീക്ഷയുണ്ട്. ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കൂടുതൽ റിപ്ലക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ വരുന്നതായിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എന്നാണ് നടക്കുന്നത്. അപ്പോൾ അടുത്ത